ഫിൻലാൻഡിലേക്ക് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിൽ പോകാൻ ആഗ്രഹമുള്ള ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ധാരാളം അവസരങ്ങൾ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഇങ്ങനെ പോണ ആളുകൾക്ക് മാക്സിമം 4 ലക്ഷത്തോളം മാസവരുമാനം വരുന്ന ജോലികൾ നമുക്ക് അവൈലബിൾ ആണ്. സോ ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് അടക്കം ഞാൻ കാണിച്ചു തരാം. അതായത് സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്കും പിന്നെ ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കും പറ്റുന്ന ജോബുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്കിൽഡ് പറയുകയാണെങ്കിൽ ഇപ്പോൾ സാധാരണ ഈ ഒരു ഇലക്ട്രീഷ്യൻ ജോബുകൾ, വെൽഡർ ജോബുകൾ, അതുപോലെ തന്നെ പിന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള പോസ്റ്റുകളും ഉണ്ട്. പിന്നെ എല്ലാവർക്കും സംശയം ഫിൻലാൻഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഫിന്നിഷ് ലാംഗ്വേജ് അറിയണ്ടേ എന്നുള്ളതാണ്. ഫിന്നിഷ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. ബട്ട് നമുക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സും ഒരുപാടെണ്ണം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിനൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജോബ് കിട്ടാൻ ഫിന്നിഷ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫിൻലാൻഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ലാൻഡ്സ്കേപ്സിൻ്റെ കാര്യത്തിലും പ്രകൃതി ഭംഗിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. പോളാർ നൈറ്റ് ഉണ്ടാവുന്ന രാജ്യം, ഒരു സ്കാൻഡിനേവിയൻ രാജ്യം, അങ്ങനെ ഒരുപാട് കാരണങ്ങളാൽ പ്രശസ്തമാണ് ഈ ഒരു ഫിൻലാൻഡ് എന്ന് പറയുന്നത്. ഇനി ഫിൻലാൻഡിൽ കൊടുക്കുന്ന സാലറീൻ്റെ കാര്യം, അതായത് ഫിൻലാൻഡിലെ ഒരു ഒഫീഷ്യൽ ആവറേജ് സാലറി എന്ന് പറയുന്നത് 4032 യൂറോ ആണ്. നമുക്കിത് ഇന്ത്യൻ മണിക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 4 ലക്ഷത്തിന് കൂടുതൽ ലഭിക്കും. ഇതൊരു ആവറേജ് സാലറിയാണ് കേട്ടോ പറയുന്നത്. ഇതിനേക്കാളും കൂടുതൽ നേടുന്ന ആളുകളും ഫിൻലാൻഡിലുണ്ട്. അപ്പോൾ പലർക്കുള്ള സംശയം, ഇത്തരം കമ്പനികൾ പുറത്തുള്ള വർക്കേഴ്സിനെ അല്ലെങ്കിൽ നോൺ EU കൺട്രീസിലെ ആളുകൾക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കൊടുക്കും. അങ്ങനെ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ഒരുപാട് കമ്പനീസ് ഫിൻലാൻഡിലുണ്ട്. കാരണം നമ്മളുടെ നാട്ടിൽ നിന്ന് ഈ ഒരു ഫിൻലാൻഡിലേക്ക് ഒരു സ്പോൺസർഷിപ്പ് വിസയിൽ, അതായത് ഒരു ഏജൻസിൻ്റെയും സഹായം ഇല്ലാതെ അപ്ലൈ ചെയ്തിട്ട് ഒരു സ്പോൺസർഷിപ്പ് ജോബിന് പോയിട്ടുള്ള ഒരാളാണ് ഫിന്നിഷ് മല്ലൂസ് ബ്രോ. നമ്മൾ ഈ ഒരു ബ്രോ എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിൽ ഇവിടുന്ന് പോയ ഒരാളാണ്. നമ്മൾ ആൾറെഡി ഈ ഒരു ഫിൻലാൻഡിലേക്ക്, അതായത് സർട്ടിഫൈഡ് എംപ്ലോയേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഫിൻലാൻഡിൽ സർട്ടിഫൈഡ് എംപ്ലോയേഴ്സ് എന്താണെന്നുള്ളതും അവരെങ്ങനെയാണ് ജോബ് റെഡിയാക്കി കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഉണ്ട്. സോ ഈ ഒരു സർട്ടിഫൈഡ് എംപ്ലോയേഴ്സ് വഴി നമുക്ക് ജോബ് റെഡിയാക്കാൻ പറ്റും. അതല്ലാതെ പിന്നെ ഈ ഒരു സ്പോൺസർഷിപ്പ് ജോബ് നേടിയെടുക്കാനായിട്ട് ഫിൻലാൻഡ് ഗവൺമെൻറ് പുറത്തുവിടുന്ന 2-3 വെബ്സൈറ്റ് ഉണ്ട്. നമ്മൾ അതിനെ പറ്റിയിട്ടാണ് പറയാൻ പോണത്. സോ ഇതുവഴി ഒരുപാട് ആളുകൾക്ക് ജോബും സെക്യൂർ ആയിട്ടുണ്ട്. സോ ഇതിൻ്റെ ബെനിഫിറ്റ്സും റിക്വയർമെൻറ്റ്സും ഇതിനെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് അടക്കം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് ഫുൾ വീഡിയോ നോക്കാം. ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ഷിയാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ്. ഓക്കെ, നമുക്ക് ഫിൻലാൻഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്തോഷവാനായിട്ട് ജീവിക്കുന്ന രാജ്യമാണ്. വേൾഡ് ഹാപ്പിയസ്റ്റ് കൺട്രി റാങ്കിങ്ങിൽ 1ാം സ്ഥാനമുള്ള രാജ്യം. ഈ ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള കൺട്രി പോയിട്ട് ജോലി ചെയ്യാനും അവിടെ സെറ്റിൽ ആവാനാണോ നിങ്ങളുടെ ആഗ്രഹം? അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു അവസരം നല്ലൊരു അവസരം തന്നെയായിരിക്കും. സോ നിങ്ങളുടെ കയ്യിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു യൂറോപാസിൻ്റെ CV ഒരു കവർ ലെറ്റർ നിങ്ങൾ കയ്യിൽ വയ്ക്കുക. നമ്മളുടെ ചാനലിൽ അതെങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കാണാൻ പറ്റും. അത് നോക്കിയിട്ട് ആദ്യം ഒരു CV ഒരു കവർ ലെറ്റർ ഉണ്ടാക്കി വെക്കുക. എന്തായാലും ഇനി എങ്ങനെയാണ് നമുക്കിതിനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് നമുക്ക് നോക്കി നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അതുവഴി കയറുക. അതായത് ഫിന്നിഷ് ഇമിഗ്രേഷൻ സർവീസ്, ഫിൻലാൻഡ് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ഇമിഗ്രേഷൻ വെബ്സൈറ്റാണിത്. ഓക്കെ, സോ ഇതിൽ സർട്ടിഫൈഡ് എംപ്ലോയേഴ്സ് എന്താണെന്നുള്ളതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആൾറെഡി അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ ഒരു സർട്ടിഫൈഡ് എംപ്ലോയേഴ്സ് വഴി അപ്ലൈ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണണം കേട്ടോ, മറക്കരുത്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, സോ അതുവഴിയും ഒരുപാട് നല്ല ജോബുകൾ നിങ്ങൾക്ക് പ്ലേസ് ആവും. പിന്നെ വേറുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് 2 വെബ്സൈറ്റാണ്. അതായത് ഈ ഒരു ഫിൻലാൻഡ് ഗവൺമെൻറ് കൊടുക്കുന്ന 2 വെബ്സൈറ്റാണ്. ഒന്നെന്ന് പറയുന്നത് വർക്ക് ഇൻ ഫിൻലാൻഡ്, പിന്നെ പറയുന്നത് ജോബ് മാർക്കറ്റ് ഫിൻലാൻഡ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു വർക്ക് ഇൻ ഫിൻലാൻഡ് എങ്ങനെയാണ് നോക്കി നോക്കാം. അത് ക്ലിക്ക് ചെയ്യുക. സോ ഇത് നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വർക്ക് ഇൻ ഫിൻലാൻഡിൻ്റെ ഇൻ്റർഫേസിലേക്ക് എത്തും. ഇങ്ങനെയാണ് ഇൻ്റർഫേസ് വരിക. ഓക്കെ, നമുക്കിവിടെ കുറേ ജോബുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഒന്നും കൂടി ഈ ഒരു വർക്ക് ഇൻ ഫിൻലാൻഡ് എന്നുള്ളതിൽ കൊടുക്കുക. സോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ പറ്റും 497 ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ് അക്രോസ് ഫിൻലാൻഡ്. ഓക്കെ, അതായത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ് ആണ്. സോ ഒരു സ്പോൺസർഷിപ്പ് ജോബ് നിങ്ങൾക്ക് നേടിയെടുക്കാനും ഫിന്നിഷ് ലാംഗ്വേജ് ഇല്ലാതെ ഒരു സ്പോൺസർഷിപ്പ് ജോബ് നേടിയെടുക്കാനുള്ള ഒരു ഐഡിയ ആണിത്. നമുക്ക് ഏതൊക്കെയാണ് കാറ്റഗറീസ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ഏതാണെന്നുണ്ടെങ്കിലും കൊടുക്കാം. കുറച്ച് മുമ്പ് ഞാൻ നോക്കിയപ്പോൾ 500 സംതിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും സെയിൽസ് എക്സിക്യൂട്ടീവ്, സർവീസ് ഡിസൈനർ, അങ്ങനെ ഒരുപാട് പൊസിഷൻസ് ഇവിടെ ഉണ്ട്. ഓക്കെ, മാനുഫാക്ചറിങ് ഫീൽഡ് നമുക്ക് നോക്കി നോക്കാം. സോ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, സീനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ,
വെൽഡറിൻ്റെ ഒരു പൊസിഷൻ ഉണ്ട്, പെർമനൻറ്റ് പൊസിഷനാണ് പറയുന്നത്. നമുക്ക് അതൊന്ന് നോക്കി നോക്കാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഈ ഒരു വെൽഡറിൻ്റെ പൊസിഷൻ ഉണ്ട്, അത് നമുക്ക് നോക്കി നോക്കാം. സോ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ റിക്വയർമെൻറ്റ്, ഇവർക്ക് എത്ര സാലറി കൊടുക്കുന്നത്, എത്ര ഓഫർ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അതിനുശേഷം ഇവിടെ താഴെ അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫോം ഇവിടെ ഫില്ല് ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഇമെയിൽ, നെയിം, അതുപോലെ തന്നെ കവർ ലെറ്റർ, അതുപോലെ തന്നെ റെസ്യൂമേയും അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ റെസ്യൂമേ ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ കവർ ലെറ്റർ ആണെന്നുണ്ടെങ്കിലും യൂറോപാസിൻ്റെ ഉണ്ടാക്കുക കേട്ടോ. സോ അതൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, പിന്നെ സെൻഡ് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ഒരു വർക്ക് ഇൻ ഫിൻലാൻഡ് വഴി നമ്മൾ അപ്ലൈ ചെയ്യണത്. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, നെക്സ്റ്റ് പറയുന്നത് ജോബ് മാർക്കറ്റ് ഫിൻലാൻഡ് ആണ്. അത് ഇതേപോലെ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ജോബ് മാർക്കറ്റിൻ്റെ ഇൻ്റർഫേസ് വരിക. നമുക്കിവിടെ വാക്കൻസീസ് എന്ന് കാണാൻ പറ്റും, നമുക്കിവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ സെർച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ലൊക്കേഷനോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഡെഡ് ലൈന്, മോർ സെർച്ച് ടേംസ് ഉണ്ട്. ഈ ഒരു വർക്കിംഗ് ലാംഗ്വേജ് മാറ്റിയിട്ട് നമുക്കിവിടെ ഇംഗ്ലീഷ് കൊടുക്കുക. ഓക്കെ, സോ അതുപോലെ തന്നെ ഇവിടെ ലാംഗ്വേജ് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇതും ഇംഗ്ലീഷ് എന്നുള്ളത് കൊടുക്കുക. സോ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കണ്ടോ, ബാർബറിൻ്റെ ജോബുകൾ, അതുപോലെ തന്നെ പ്രൊജക്ട് മാനേജർ, കൊറിയൻ ഷെഫ്, ഡോഗ് ഗ്രൂമർ, CNC ബോറിംഗ് മെഷീൻ സ്പെഷ്യലിസ്റ്റ്, വെൽഡർ ജോബുകൾ, അങ്ങനെ കുറേ എണ്ണം കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ ജോബുകൾ, ട്രാവൽ ഡിസൈനർ. ഓക്കെ, എൻ്റെ ട്രാവൽ ആൻഡ് ടൂറിസം ബേസ്ഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓപ്പൺ ചെയ്യുക, ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റും. അവരുടെ ലൊക്കേഷൻ അതായത് റൊവേനീമിയാണ്. റൊവേനീമി നമുക്കറിയാം ലാപ്ലാൻഡ്, നമ്മുടെ സാൻഡേൻ്റെ നാടായിട്ടാണ് ഈ ഒരു ലാപ്ലാൻഡ് അറിയപ്പെടുക. ഓക്കെ, സോ കമ്പനി ഏതാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ആപ്ലിക്കേഷൻ എപ്പോഴും എൻഡ് ആകുക എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് വരിക, റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ്. ഇവർ പറയുന്നത് 3 years ഓഫ് എക്സ്പീരിയൻസ് വേണം ട്രാവൽ ഏജൻസിയിൽ എന്നുള്ളത്. ഓക്കെ, സോ ദെൻ അവർ എത്ര ഓഫർ ചെയ്യും, സാലറി എത്ര ഓഫർ ചെയ്യുക, പിന്നെ വർക്കിംഗ് ലാംഗ്വേജ് ഇംഗ്ലീഷാണ്, നമുക്ക് ഫിനിഷ് വേണ്ട. ഓക്കെ, പിന്നെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട് അവരെ പറ്റിയിട്ടുള്ളതും. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യേണ്ടത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇതിൽ പറയുന്നത് നമ്മളുടെ സിവിയും അതുപോലെ തന്നെ കവർ ലെറ്ററും നമ്മൾ ഇമെയിൽ ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. നമ്മൾ ഇതിലേക്ക് മെയിൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് നമ്മൾ സെൻഡ് ചെയ്യുക. സോ ഇങ്ങനെയാണ് ഇതുവഴി ചെയ്യേണ്ടത്. സോ നിങ്ങളിപ്പോൾ ഈ ഒരു വർക്ക് ഇൻ ഫിൻലാൻഡ് വഴി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ജോബ് മാർക്കറ്റ് ഫിൻലാൻഡ് വഴി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും രണ്ടിൻ്റെയും ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫിൻലാൻഡ് ഗവൺമെൻറ് കൊടുക്കുന്ന വെബ്സൈറ്റാണ്. ഓക്കെ, ഒരു തേർഡ് പാർട്ടി വെബ്സൈറ്റോ അങ്ങനെയൊന്നുമല്ല, ഫിൻലാൻഡ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റാണ്. സോ സ്പോൺസർഷിപ്പ് ജോബുകൾ കൊടുക്കുന്ന വെബ്സൈറ്റാണ്. സർട്ടിഫൈഡ് എംപ്ലോയീസ് ആരാന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഈ ഒരു വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഫിൻലാൻഡിലേക്ക് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് ജോബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടിയും പറയാണ്ട്, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക. ഇനി എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ശ്യാം ആൻഡ് ദിസ് ഈസ് Wayfarer Insights, and this channel won't disappoint you, and thanks for watching.